2022 ജൂൺ മാസത്തിൽ നടന്ന +1 ബോട്ടണി മോഡൽ പരീക്ഷയുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉള്ളത്. ഇതിൽ ഉത്തരങ്ങൾ ചില വിശദീകരണക്കുറിപ്പുകളോടെ കൂടുതൽ ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. റിവിഷൻ നടത്തുന്ന കുട്ടികൾക്ക് അത് വളരെയധികം പ്രയോജനപ്പെടുമെന്ന് ഉറപ്പാണ്. ബയോളജിയിൽ 60 മാർക്കിൽ പാർട്ട് എ ബോട്ടണിയാണ് 30 സ്കോർ. ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഒന്ന് നോക്കാം. ഇത്തവണ ഫോക്കസ് ഏരിയ അടിസ്ഥാനമാക്കിയല്ല പഠനം നടന്നത്. അതിനാൽ തന്നെ എല്ലാ ചാപ്റ്റേഴ്സിലെയും ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് നമുക്ക് ലഭിച്ചത്. എന്നാൽ മുമ്പുള്ള ചോദ്യപേപ്പറുകളിൽ നിന്ന് വ്യത്യസ്തമായി ചോയ്സുകളുടെ എണ്ണം കൂട്ടിയിട്ടുണ്ട്. മൊത്തം 15 മാർക്കിൻ്റെ ചോയ്സുകൾ അടങ്ങിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇത്തവണത്തെ മോഡൽ പരീക്ഷയിൽ ലഭിച്ചത്. മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കിയാൽ 3 സെക്ഷൻസായിട്ടാണ് ക്വസ്റ്റ്യൻസ് തന്നിട്ടുള്ളത്. ഒന്നാമത്തെ സെക്ഷൻ ആൻസർ എനി 3 ക്വസ്റ്റ്യൻസ് ഫ്രം 1 to 4 ഈച്ച് ക്യാരീസ് 1 സ്കോർ. അതായത് 4 ചോദ്യങ്ങൾ 3 എണ്ണം ഉത്തരം എഴുതണം, ഒരു ചോയ്സ്. ഓരോ ഉത്തരത്തിനും 1 മാർക്ക് വെച്ച് 3 മാർക്ക്. രണ്ടാമത്തെ സെക്ഷൻ 2 മാർക്കിൻ്റെ ഷോർട്ട് ആൻസർ ചോദ്യങ്ങളാണ്. രണ്ടാമത്തെ സെക്ഷനിൽ ആൻസർ എനി 9 ക്വസ്റ്റ്യൻസ് ഫ്രം 5 to 17 ഈച്ച് ക്യാരീസ് 2 സ്കോർസ്. 9 ക്വസ്റ്റ്യൻസ് ഉത്തരം എഴുതണം. 13 ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. 5 മുതൽ 17 വരെ 13 ചോദ്യങ്ങളുണ്ട്. ഓരോ ഉത്തരത്തിനും 2 സ്കോർ വീതം, മൊത്തം 18 സ്കോർ. മൂന്നാമത്തെ സെക്ഷനിൽ ആൻസർ എനി 3 ക്വസ്റ്റ്യൻസ് ഫ്രം 18 to 22 ഈച്ച് ക്യാരീസ് 3 സ്കോർസ്. ഇവിടെ 5 ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്, 2 ചോയ്സ് അടക്കം. ഓരോ ചോദ്യത്തിനും 3 മാർക്ക് വെച്ച് മൊത്തം 9 മാർക്ക്. 3 ചോദ്യങ്ങൾ എസ്സേ ടൈപ്പ് ചോദ്യങ്ങളാണ്. 5 എണ്ണത്തിൽ ഏതെങ്കിലും 3 എണ്ണത്തിന് ഉത്തരം എഴുതുക. സെക്ഷൻ 1 ആൻസർ എനി 3 ക്വസ്റ്റ്യൻസ് ഫ്രം 1 to 4 ഈച്ച് ക്യാരീസ് 1 സ്കോർ. 1 മുതൽ 4 വരെ ചോദ്യങ്ങളിൽ ഏതെങ്കിലും 3 എണ്ണത്തിന് ഉത്തരം എഴുതുക, 1 സ്കോർ വീതം. ക്വസ്റ്റ്യൻ 1 ഫിൽ ഇൻ ദി ബ്ലാങ്ക്. വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. റിസർവ് ഫുഡ് ഓഫ് റോഡോഫൈസിയ ഈസ് ഡാഷ്. റോഡോഫൈസിയയുടെ സംഭരിച്ച ആഹാരമാണ് ഡാഷ്. ആൻസർ ഫ്ലോറിഡിയൻ സ്റ്റാർച്ച്. ഫ്ലോറിഡിയൻ സ്റ്റാർച്ച് ഈസ് ദി റിസർവ് ഫുഡ് ഓഫ് റോഡോഫൈസിയ. റോഡോഫൈസിയയിൽ വരുന്ന ആൽഗകളാണ് റെഡ് ആൽഗകൾ. അവയുടെ സ്റ്റോർഡ് ഫുഡാണ് ഫ്ലോറിഡിയൻ സ്റ്റാർച്ച്. ഗ്രീൻ ആൽഗയിൽ സ്റ്റാർച്ചും ബ്രൗൺ ആൽഗയിൽ ലാമിനാരിനും മാനിറ്റോളുമാണ് സ്റ്റോർഡ് ഫുഡ്. ക്വസ്റ്റ്യൻ നമ്പർ 2 ചൂസ് ദി കറക്റ്റ് ആൻസർ. ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക. വാട്ടർ ലോസ് ഇൻ ഇറ്റ്സ് ലിക്വിഡ് ഫേസ് ഫ്രം ദി ടിപ്പ് ഓഫ് ഗ്രാസ് ബ്ലേഡ്സ് ഈസ് ഡാഷ്. പുൽനാമ്പുകളുടെ അഗ്രഭാഗത്തു നിന്ന് ജലം ദ്രാവക രൂപത്തിൽ നഷ്ടപ്പെടുന്ന പ്രക്രിയയാണ് ഡാഷ്. എ ഗട്ടേഷൻ, ബി ഓസ്മോസിസ്, സി ട്രാൻസ്പിറേഷൻ ആൻഡ് ഡി ഇംബൈബിഷൻ. ആൻസർ ഗട്ടേഷൻ. Guttation is the water loss in its liquid phase from the tip of grass blades. Osmosis is the movement of molecules from the region of its higher concentration to the region of its lower concentration through a semi-permeable membrane. Transpiration is the loss of water in the form of water vapor from the aerial parts of the plant body. Imbibition is the process of absorption of water by hydrophilic colloids. Question number 3 name the special type of anatomy present in C4 plants. C4 സസ്യങ്ങളിൽ കാണപ്പെടുന്ന പ്രത്യേക തരത്തിലുള്ള ആന്തരിക ഘടനയുടെ പേരെന്ത്? ആൻസർ ക്രാൻസ് അനാറ്റമി. In Cran's anatomy, the vascular bundles are surrounded by bundle sheaths of large sized chlorenchymatous cells arranged like a wreath. They form 1 to several layers. Intercellular spaces are absent. Cell walls are thick and impervious to gaseous exchange. Question number 4 fill in the blank. വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. The process of breakdown of glucose to pyruvic acid is called dash. ഗ്ലൂക്കോസ് പൈറുവിക് ആസിഡായി വിഘടിക്കുന്ന പ്രക്രിയയാണ് ഡാഷ്. ആൻസർ ഗ്ലൈക്കോളിസിസ്. The process of breakdown of glucose to pyruvic acid is called glycolysis.
Glyco means glucose, lysis means separation. Glucose is separated into 2 molecules of pyruvic acid. This is called glycolysis. Next section, answer any 9 questions from 5 to 17. Each carries 2 scores. 5 മുതൽ 17 വരെ ചോദ്യങ്ങളിൽ ഏതെങ്കിലും 9 എണ്ണത്തിന് ഉത്തരം എഴുതുക, 2 സ്കോർ വീതം. Question number 5. Write any 2 factors for seed dormancy. വിത്തുകളുടെ സുഷുപ്താവസ്ഥയ്ക്ക് കാരണമാകുന്ന ഏതെങ്കിലും 2 ഘടകങ്ങൾ എഴുതുക. The reasons for seed dormancy are: 1. Impermeable seed coat. The seed coat is impermeable to water, chemicals and gases. 2. Hard seed coat. It does not allow the embryo to grow. 3. Inhibitors like abscisic acid, phenolic acid, para-ascorbic acid, etc. prevent activation and growth of embryo. 4. Immature embryo. The embryo requires time to reach maturity. 5. After ripening. It is period of dry storage when seeds acquire the ability to germinate. ഇതിൽ ഏതെങ്കിലും 2 പോയിന്റുകൾ എഴുതുക. പോയിന്റുകൾ മാത്രം എഴുതിയാൽ മതിയാകും, വിശദീകരണം വേണ്ട. Question number 6. List out any 4 external factors affecting photosynthesis. പ്രകാശ സംശ്ലേഷണത്തിനെ സ്വാധീനിക്കുന്ന ഏതെങ്കിലും 4 ബാഹ്യ കാരണങ്ങൾ എഴുതുക. ആൻസർ: ലൈറ്റ്, carbon dioxide, temperature and water are the 4 external factors affecting photosynthesis. Question number 7. Explain the significance of mitosis. ക്രമഭംഗത്തിൻ്റെ പ്രാധാന്യം വിശദീകരിക്കുക. Mitosis results in the growth and development of organisms. It helps in healing. An injury or wound is healed by repeated mitotic divisions of the surrounding healthy cells. Mitosis helps in repair. It is a mechanism for replacing old or worn out cells. Mitosis helps in maintenance of chromosome number. That is, chromosome number is kept constant from generation to generation. Mitosis keeps nucleocytoplasmic ratio. An efficient cell has a high nucleocytoplasmic ratio. Increase in size, lower the ratio. It is brought back to efficient level through mitosis. Mitosis helps in the maintenance of diploidy-haploidy conditions. Mitosis maintains the diploid and haploid genetic constitution of parent cells in their daughters. 2 മാർക്കിൻ്റെ ചോദ്യമാണ്, 4 പോയിന്റുകൾ എഴുതുക. പോയിന്റുകൾ മതിയാകും, വിശദീകരണം ആവശ്യമില്ല. Question number 8. What is mesosome? Mention any 2 functions of mesosome. Mesosome എന്താണ്? Mesosomeൻ്റെ 2 ധർമ്മങ്ങൾ ഏവ? Mesosomes are structures formed by the extension of plasma membrane into the cell. These extensions are in the form of vesicles, tubules and lamellae. Functions of mesosomes. It helps in the cell wall formation. It helps in replication of DNA during cell division. It helps in respiration and secretion. And it increases the surface area of plasma membrane and enzymatic content. മീസോസോം എന്താണ് എന്ന് എഴുതുക. അതിനുശേഷം ഇതിൽ ഏതെങ്കിലും 2 ധർമ്മങ്ങൾ എഴുതുക. Question number 9. Observe the figure of citric acid cycle given below. സിട്രിക് ആസിഡ് ചക്രത്തിൻ്റെ ചിത്രം നിരീക്ഷിച്ച് ഐഡൻറ്റിഫൈ എ, ബി, സി ആൻഡ് ഡി ഇൻ ദി ഫിഗർ. എ, ബി, സി, ഡി എന്നിവ തിരിച്ചറിയുക. സിട്രിക് ആസിഡ് സൈക്കിളിലെ ഇൻ്റർമീഡിയറ്റ് സ്റ്റേജിലുള്ള കോമ്പൗണ്ടുകളുടെ പേരുകളാണ് ചോദിച്ചിരിക്കുന്നത്. എ ഈസ് സിട്രിക് ആസിഡ്, ബി ഈസ് ആൽഫ കീറ്റോഗ്ലൂട്ടാറിക് ആസിഡ്, സി സക്സിനിക് ആസിഡ്, ഡി ഓക്സലോ അസറ്റിക് ആസിഡ് ഓർ OAA. Question number 10. Name the 4 different components of phloem in angiosperms. സപുഷ്പികളിൽ ഫ്ലോയത്തിൻ്റെ 4 ഘടകങ്ങൾ ഏതൊക്കെ? ആൻസർ: The 4 different components of phloem in angiosperms are
sieve tube elements, companion cells, phloem parenchyma and phloem fibers. Question number 11. Observe the figure of cell cycle given below. കോശചക്രത്തിൻ്റെ ചിത്രം നിരീക്ഷിക്കുക. എ. നെയിം ദി ടു ഫേസസ് ഓഫ് സെൽ സൈക്കിൾ. കോശചക്രത്തിലെ രണ്ട് ഘട്ടങ്ങൾ ഏതെല്ലാം? ബി. ഐഡൻറ്റിഫൈ ദി സ്റ്റേജസ് എ ആൻഡ് ബി ഓഫ് ദി സെൽ സൈക്കിൾ. കോശചക്രത്തിലെ എ ബി ഘട്ടങ്ങൾ തിരിച്ചറിയുക. ആൻസർ ടു എ ക്വസ്റ്റ്യൻ. ദി ടു ഫേസസ് ഓഫ് സെൽ സൈക്കിൾ ആർ എം phase or mitotic phase and interphase. Answer to B question. The stages A and B. A stage is G1 phase and B stage is G2 phase. Question number 12. Differentiate rough endoplasmic reticulum RER and smooth endoplasmic reticulum SER. പരുക്കൻ അന്തർദ്രവ്യജാലികയും മിനുസമുള്ള അന്തർദ്രവ്യജാലികയും തമ്മിലുള്ള വ്യത്യാസം വേർതിരിച്ചെഴുതുക. ആൻസർ. ദി എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം വിത്ത് റൈബോസോംസ് ഓൺ ഇറ്റ്സ് walls is called rough endoplasmic reticulum or RER or granular endoplasmic reticulum. It appears as granular or rough due to the attachment of ribosomes. Function: protein synthesis and secretion. The endoplasmic reticulum without ribosomes on its walls is called smooth endoplasmic reticulum or SER or agranular endoplasmic reticulum. Its surface is smooth due to the absence of ribosomes. Functions: synthesis of lipids and synthesis of lipid-like steroidal hormones in animal cells. Question number 13. What are bulliform cells? Mention their function. bulliform കോശങ്ങൾ എന്താണ്? ധർമ്മങ്ങൾ എഴുതുക. ആൻസർ. bulliform cells or motor cells. These are large empty colorless cells found in the adaxial epidermis in grasses. Function: when the bulliform cells in the leaves have absorbed water, they are turgid. As a result, leaf surface is exposed. Due to the water stress, bulliform cells become flaccid. As a result, they make the leaves curl inwards to minimize the water loss. Question number 14. Observe the figure and label the parts A, B and C. Write down the functions of root hairs. ചിത്രം നിരീക്ഷിച്ച് എ, ബി, സി എന്നീ ഭാഗങ്ങൾ അടയാളപ്പെടുത്തുക. കോശമൂലത്തിൻ്റെ ധർമ്മങ്ങൾ ഏവ? ആൻസർ. എ. region of maturation, B. region of elongation and C. meristematic region. Function of root hair: absorption of water and minerals. Question number 15. Match the following. ചേരുംപടി ചേർക്കുക. Volvox, Pinus, Salvinia, Martansia. Bryophyte, Algae, Gymnosperm, Pteridophyte. Answer. Volvox, Algae, Pinus, Gymnosperm, Salvinia, Pteridophyte, Martansia, Bryophyte. Question number 16. Define diatomaceous earth. Mention any one use of diatomaceous earth. Diatomaceous earth എന്താണ്? Diatomaceous earthൻ്റെ ഏതെങ്കിലും ഒരു ഉപയോഗം എഴുതുക. Answer. The cell walls of diatoms are made up of silica, so the walls are indestructible. Diatoms have left behind large amount of cell wall deposits in their habitat. This is known as diatomaceous earth. Diatomaceous earthനെ diatomate എന്നും കൈസൽഗർ എന്നും വിളിക്കാറുണ്ട്. Uses of diatomaceous earth. Diatomaceous earth is used in filtration of alcohol, oil, sugar, etc. It is added to metal polishes, toothpaste and soaps as cleaning agent. Diatomaceous earth enhances night visibility of paints. Diatomaceous earth is also used in insulating boilers, furnaces and refrigerators. Diatomaceous earth എന്താണെന്ന് വിശദീകരിച്ചതിന് ശേഷം ഏതെങ്കിലും ഒരു ഉപയോഗം എഴുതുക. Question number 17. Observe the figure and identify 1 and 2. ചിത്രം നിരീക്ഷിച്ച് 1, 2 എന്നിവ തിരിച്ചറിയുക. ആൻസർ. 1 ആൻറ്റിപോട്ട്,
2. Symport. In antiport movement, two types of molecules are moving oppositely across a membrane. In symport movement, two types of molecules are moving in the same direction across a membrane. ഈ പ്രോസസ്സുകളുടെ എക്സ്പ്ലനേഷൻ ആവശ്യമില്ല, വാക്കുകൾ എഴുതിയാൽ മതിയാകും. സെക്ഷൻ 3. Answer any 3 questions from 18 to 22. Each carries 3 scores. 18 മുതൽ 22 വരെ ചോദ്യങ്ങളിൽ ഏതെങ്കിലും 3 എണ്ണത്തിന് ഉത്തരമെഴുതുക. 3 സ്കോർ വീതം. ക്വസ്റ്റ്യൻ നമ്പർ 18. ഡിഫൈൻ ഫിലോടാക്സി. എന്താണ് ഫിലോടാക്സി? എക്സ്പ്ലെയിൻ എനി 2 ടൈപ്സ് ഓഫ് ഫിലോടാക്സി. ഏതെങ്കിലും 2 ഫിലോടാക്സിയെ പറ്റി വിവരിക്കുക. ആൻസർ. ദി മോഡ് ഓഫ് അറേഞ്ച്മെൻറ്റ് ഓഫ് ലീവ്സ് ഓൺ എ സ്റ്റെം ഓർ ബ്രാഞ്ച് is called phyllotaxy. There are 3 types of phyllotaxy. 1. Alternate phyllotaxy. Here a single leaf arises at each node in alternate manner. Example, China rose, mustard, sunflower, plants, etc. 2. Opposite phyllotaxy. Here a pair of leaves arise at each node and lie opposite to each other. Example, calotropis, guava plants, etc. And 3. Whorled phyllotaxy. If more than 2 leaves arise at a node and form a whorl, it is called whorled phyllotaxy. Example, Alstonia. ഏതെങ്കിലും 2 തരം ഫിലോടാക്സികളെക്കുറിച്ച് എഴുതുക. ഉദാഹരണങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ക്വസ്റ്റ്യൻ നമ്പർ 19. Explain the different steps involved in the formation of root nodule in leguminous plants. പയറുചെടികളിൽ മൂലാർബുദങ്ങൾ രൂപപ്പെടുന്ന വിവിധ ഘട്ടങ്ങൾ വിവരിക്കുക. നോഡ്യൂൾ ഫോർമേഷൻ. റൂട്ട് നോഡ്യൂൾസ് ആർ സ്മോൾ ഔട്ട്ഗ്രോത്ത്സ് ഓൺ ദി റൂട്ട്സ്. നോഡ്യൂൾസ് ആർ ഫോംഡ് ഇൻ ലെഗുമിനസ് പ്ലാന്റ്സ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് റൈസോബിയം ബാക്ടീരിയ. റൈസോബിയ മൾട്ടിപ്ലൈ ആൻഡ് കോളനൈസ് ദി സറൗണ്ടിങ്സ് ഓഫ് റൂട്ട്സ്. റൈസോബിയ ഗെറ്റ് അറ്റാച്ച്ഡ് ടു എപ്പിഡെർമൽ ആൻഡ് റൂട്ട് ഹെയർ സെൽസ്. റൂട്ട് ഹെയർസ് കേൾ. Bacteria invade root hair. Infection thread is produced carrying the bacteria into the cortex of root. Nodule formation in the cortex of the root. Bacteria released from the thread into cells which leads to the differentiation of specialized nitrogen fixing cells. Nodule establishes direct vascular connection with the host for exchange of nutrients. Thus the root nodule formation complete. Question number 20. Give any 3 differences between aerobic respiration and fermentation. വായു ശ്വസനവും അവായു ശ്വസനവും തമ്മിലുള്ള 3 വ്യത്യാസങ്ങൾ എഴുതുക. ആൻസർ. ഡിഫറൻസസ് ബിറ്റ്വീൻ aerobic respiration and fermentation. Aerobic respiration. It occurs in the presence of oxygen, while fermentation occurs in the absence of oxygen. In aerobic respiration, glucose is completely oxidized to carbon dioxide and water. In fermentation, partial breakdown of glucose to form carbon dioxide and ethyl alcohol. In aerobic respiration, more energy is released, 38 ATP molecules. In fermentation, less energy is released, that is 2 ATP molecules. In aerobic respiration, fast oxidation of NADH to NAD+. In fermentation, slow oxidation of NADH to NAD+. In aerobic respiration, it occurs in cytoplasm and mitochondria. In fermentation, the process occurs only in cytoplasm. ഏതെങ്കിലും 3 പോയിന്റുകൾ വീതം എഴുതുക. ക്വസ്റ്റ്യൻ നമ്പർ 21. The functions of different plant growth regulators (PGR) are given. വിവിധ സസ്യ ഹോർമോണുകളുടെ ധർമ്മങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നു. അറേഞ്ച് ദം ഇൻറ്റു റെസ്പെക്റ്റീവ് കോളംസ്. തരംതിരിച്ച് ശരിയായ കോളത്തിൽ രേഖപ്പെടുത്തുക. അപ്പിക്കൽ ഡോമിനൻസ്, ബോൾട്ടിംഗ്, ഡിലേ ലീഫ് സെൻസൻസ്, റൂട്ടിംഗ് ഓഫ് സ്റ്റെം കട്ടിംഗ്, ഓവർകം അപ്പിക്കൽ ഡോമിനൻസ്, ഇൻക്രീസസ് ദി ലെങ്ത് ഓഫ് ദി സ്റ്റെം. ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്നത് പോലെ 3 കോളങ്ങളുള്ള ടേബിൾ ആൻസർ ഷീറ്റിൽ വരയ്ക്കുക. എന്നിട്ട് ഫങ്ഷൻസ് ഓരോന്നും എടുത്ത് എഴുതുക. അപ്പിക്കൽ ഡോമിനൻസ് ഈസ് കൺട്രോൾഡ് ബൈ ഓക്സിൻസ്.
Bolting is controlled by gibberellins. Delay of senescence is controlled by cytokinins. Rooting of stem cutting is controlled by auxins. Overcome apical dominance is controlled by cytokinins and increases the length of the stem by gibberellins. Question number 22. Observe the given diagram of LHC. LHCയുടെ ചിത്രം നിരീക്ഷിക്കുക. Questions. A. Name the pigment that forms the reaction center. റിയാക്ഷൻ സെൻറ്ററിൽ കാണപ്പെടുന്ന വർണ്ണകം ഏതാണ്? ബി. നെയിം എനി വൺ ആക്സസറി പിഗ്മെൻറ്റ് ഇൻവോൾവ് ഇൻ ഫോട്ടോസിന്തസിസ്. പ്രകാശ സംശ്ലേഷണത്തിൽ ഉൾപ്പെടുന്ന ഏതെങ്കിലും ഒരു സഹായ വർണ്ണകത്തിൻ്റെ പേരെഴുതുക. സി. മെൻഷൻ ദി ഫങ്ഷൻ ഓഫ് ആക്സസറി പിഗ്മെൻറ്റ്. സഹായ വർണ്ണകത്തിൻ്റെ ധർമ്മങ്ങൾ സൂചിപ്പിക്കുക. ആൻസർ എ. ദി പിഗ്മെൻറ്റ് ദാറ്റ് ഫോംസ് ദി റിയാക്ഷൻ സെൻറ്റർ ഈസ് chlorophyll A. Answer to B question. Chlorophyll B, xanthophyll and carotenes are the accessory pigments involved in photosynthesis. ഏതെങ്കിലും ഒരു ആക്സസറി പിഗ്മെൻറ്റിൻ്റെ പേരെഴുതുക. Answer to C question. The function of accessory pigment is to absorb light and transfer the energy to chlorophyll A, and also to protect chlorophyll A from photo-oxidation. ഏതെങ്കിലും ഒരു പോയിൻ്റ് എഴുതുക. എല്ലാവരും നന്നായി തയ്യാറാവുക. എല്ലാവർക്കും എല്ലാ വിജയാശംസകളും നേരുന്നു. താങ്ക് യു വെരി മച്ച്. സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ രാജൂസ് സയൻസ് വേൾഡ് ഫോർ മോർ വീഡിയോസ്.